ഹായ് നമസ്തേ, ഞാൻ മുംബൈ മലയാളി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ തിരഞ്ഞെടുപ്പ് ചൂട് സാധാരണ ചൂടിനെക്കാട്ടിൽ വളരെയധികം അങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയമാണിപ്പോൾ. തിരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുമ്പം നമുക്ക് പൊതുവേ കേരളത്തിലെന്നല്ല മറ്റ് എല്ലാ സ്ഥലങ്ങളിലും അതങ്ങനെ ഒരു ഒരു സമയമാകുമ്പോൾ അതൊരു ഉത്സവമായിട്ട് മാറുകയാണ്. അപ്പം അതൊക്കെ ഒരു ഏത് രീതിയിലും സ്ഥാനാർത്ഥികളാണെങ്കിലും നമ്മൾ പൊതുജനങ്ങളാണെങ്കിലും ഈ സമയം പരമാവധി ആസ്വദിക്കുക കൂടി ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളത് വിചാരിക്കണം. കാരണം സ്ഥാനാർത്ഥികൾ തമ്മിൽ തമ്മിൽ അവർ തമ്മിൽ കാണുമ്പോൾ സൗഹൃദം പങ്കിടാറുണ്ട്. അവർ തമ്മിൽ പലപ്പോഴും നല്ല ബന്ധങ്ങളൊക്കെ സൂക്ഷിക്കാറുമുണ്ട്. നമ്മൾ പിന്നെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയപരമായി വരുമ്പോൾ അവർ മത്സരിക്കും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവരുടെ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചോ പരസ്പരം പിന്നെ കുറ്റം പറയുകയും തർക്കിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഡിബേറ്റുകളിലൊക്കെ. അപ്പോൾ ആ സൗഹൃദം നല്ല കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അതായത് നമ്മൾ പറയും സൗഹാർദ്ദപരമായ ആരോഗ്യപരമായ ചർച്ചകളും സംവാദങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ആവാം. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം എന്ന് പറയുമ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ. അപ്പം നമ്മളൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലം മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു ആക്ഷൻ ഹീറോ എന്ന് തന്നെ അറിയപ്പെട്ട് വന്ന നമ്മുടെ ശ്രീ സുരേഷ് ഗോപിയെക്കുറിച്ചാണ്. സുരേഷ് ഗോപി ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ട്രോളിയ ഒരു താരമായിരിക്കാം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിയാകാം പല രീതിയിലും. അത് ആദ്യം തൊട്ടേ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ വ്യക്തമായ സാഹചര്യം തൊട്ട് ആ അവസരം തൊട്ട് ആ സമയം തൊട്ട് അദ്ദേഹത്തെ ട്രോളാൻ തുടങ്ങിയതാണ്. അപ്പം നമ്മളൊക്കെ തമാശയായിട്ട് എടുക്കുകയും പൂർണ്ണമായ കാര്യങ്ങൾ ഗൗരവമായി തന്നെ സംസാരിക്കുകയും ചെയ്യാറുണ്ട്. ട്രോളുകളൊക്കെ പലപ്പോഴും തമാശയായി തന്നെ എടുക്കാറുണ്ട്. കാരണം അദ്ദേഹത്തെ ട്രോളും തോറും അതുപോലെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളോ അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളോ പിന്നെ കുടുംബപരമായ കാര്യങ്ങളോ ഒക്കെ നമ്മളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ വിലയിരുത്താറുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കൂടുതലും ഇത് അദ്ദേഹം എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു ഒക്കെ ഓരോ നീക്കങ്ങളും വീക്ഷിച്ചുകൊണ്ട് അതിലെന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനായി നോക്കി ധാരാളം എതിർ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ എതിരായിട്ട് പിന്നെ അത് ട്രോളാനും വേണ്ടിയൊക്കെ ഇങ്ങനെ ധാരാളം പേര് കാത്തിരിക്കുന്നതായിട്ട് തോന്നുന്നു. അതുപോലെ അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സ്ഥാനാർത്ഥികളുടെ സൗഹൃദം ഒരു വശത്ത് അവർ പരസ്പരം കാത്തു സൂക്ഷിക്കും. അപ്പോൾ പറയുമ്പോൾ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിലും സ്ഥാനാർത്ഥികൾ അല്ലാത്ത ആൾക്കാർ ഒരുപക്ഷെ വിപരീത വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരാണെങ്കിൽ പോലും അവർ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമായിട്ട് ചിന്തിച്ച് പറയുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പം എൻ്റെയൊക്കെ സൗഹൃദങ്ങളെന്ന് പറയുമ്പം എല്ലാം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരാണ്. അല്ലെങ്കിൽ എല്ലാം നമ്മൾ വിശ്വസിക്കുന്ന തന്നെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാകണമെന്നില്ല. അങ്ങനെ ആയാലും അത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അല്ലെങ്കിൽ അതിലൊക്കെ സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മൾ മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യരെന്ന് പറയുന്നത്. നമുക്ക് രാഷ്ട്രീയവും യഥാർത്ഥ ജീവിതവും സൗഹൃദവും ഒക്കെ തമ്മിൽ ധാരാളം അതിനൊക്കെ നമുക്ക് കോർത്തിണക്കി കൊണ്ടുപോകാൻ സാധിക്കണം എന്ന് തന്നെയാണ്. പറഞ്ഞു വന്ന കാര്യം, അദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തകനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതേ മേഖലയിൽ ജോലി ചെയ്യുന്ന മറ്റൊരു താരം, അദ്ദേഹവും ഇവരൊക്കെ ഒന്നിച്ച് ധാരാളം സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം മറ്റാരുമല്ല, ശ്രീ ഗണേഷ് കുമാർ. ഞാൻ അദ്ദേഹത്തിൻ്റെ മന്ത്രിയായതിന് ശേഷവും നേരത്തെ മന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മളൊക്കെ കാണാറുണ്ട്. വാർത്തകളിൽ അദ്ദേഹം നിറയാറുണ്ട്. അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയാണെന്ന് തെളിയിക്കുവാനായി, അല്ലെങ്കിൽ അദ്ദേഹം നല്ലൊരു ഭരണാധികാരി തന്നെയാണ് എന്നൊക്കെ ഏറെക്കുറെ തോന്നുന്നുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിലോ എവിടെയോ അദ്ദേഹം സംസാരിച്ചതായിട്ട് അറിയുന്നത് സുരേഷ് ഗോപി ആഹാരം കഴിക്കുന്ന രീതി, അല്ലെങ്കിൽ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരി കഴിക്കുന്ന രീതി, ഇതൊക്കെ നാടകമാണെന്നും അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ കാര്യങ്ങളായിട്ടത് കൊണ്ടുവന്നതായിട്ട് അറിയുന്നു. അപ്പം ഇതൊക്കെ എന്ന് പറയുമ്പം അതൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നത്, ഒരാൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അദ്ദേഹത്തെ ധാരാളം പേര് കാണുന്നു, വീഡിയോ എടുക്കുന്നു, അത് ഷെയർ ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ വിഷയമാകുന്നു. പക്ഷേ ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, സൗഹൃദത്തിൽ ഇരുന്ന ആൾക്കാർ തന്നെ ഇപ്പോഴും സൗഹൃദം സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാർ തമ്മിൽ, പ്രത്യേകിച്ച് ഈ ശ്രീ ഗണേഷ് കുമാറും ശ്രീ സുരേഷ് ഗോപിയും അവർ തമ്മിൽ ഉള്ള ഒരു എനിക്ക് കാണാൻ ഇഷ്ടമില്ല. കാരണം
അവരുടെ വിയോജിപ്പോ തർക്കങ്ങളോ ഒന്നും. തീർച്ചയായിട്ടും എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം രാഷ്ട്രീയ പാർട്ടിയോ അവരുടെ രാഷ്ട്രീയ വീക്ഷണമോ ഒക്കെ വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇദ്ദേഹം പറഞ്ഞ ആരോപണത്തിൽ അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ ആ നാടകം എന്ന് പറയുന്ന കൈയിട്ട് വാരി തിന്നുന്ന ഒരു മുഴുവൻ ഒരു ചട്ടിയിൽ നിന്നോ ഇങ്ങനെ ആഹാരം കഴിച്ചു അല്ലെങ്കിൽ ചോറ് കഴിച്ചു എന്നുള്ള ഒരു കാര്യം, അത് അദ്ദേഹം ചെയ്തെങ്കിൽ അതൊരു സന്ദേശമായി കണ്ടുകൂടെ? അതും ഒരു അങ്ങനെയാകാമല്ലോ. കാരണം ഒരാഹാരം കഴിക്കുമ്പോൾ അത് വൃത്തിയായിട്ട് കഴിക്കുക എന്നുള്ളത് ഞാനൊക്കെ ശീലിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം ഒരു അന്നം പോലും നമ്മൾ കളയാൻ പാടില്ല. കാരണം ഇന്ന് നമുക്കറിയാം, മറ്റേ UN പുറത്തുവിട്ട ഒരു കണക്കിൽ ടണ്ണുകളോളം വേസ്റ്റായി പോകുന്ന ഭക്ഷണം പദാർത്ഥങ്ങൾ ഹോട്ടലുകളിൽ നിന്നും മറ്റും ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെ വേസ്റ്റായി പോകുന്നു. അപ്പം ഈ വേസ്റ്റ് ആകുന്നത് എങ്ങനെയാണ്? ഏത് വിധേനയാകാം. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെ, നമ്മൾ വീട്ടുകളിൽ കഴിക്കുന്ന ആഹാരം തന്നെ നമ്മൾ വേസ്റ്റാക്കാറുണ്ട് പലപ്പോഴും. പക്ഷേ അത് വേസ്റ്റാകാതെ സൂക്ഷിച്ചാൽ നമ്മുടെ ഭക്ഷണ രീതി തന്നെ ആ രീതിയിലൊക്കെ ആക്കിയാൽ എത്രയോ നല്ലതാണ്. അങ്ങനൊരു മെസ്സേജായിട്ടൂടെ അതിനെ കണ്ടുകൂടെ? അപ്പം ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഏത് രീതിയിലും നമുക്ക് ആൾക്കാരെ മോശമാക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ പറഞ്ഞ് മോശമാക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ ഇന്ന് മനസ്സിലാകുന്നിടത്തോളം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ പിന്നെ അതിനു മുമ്പൊരു സംഭവം നമ്മൾ കേട്ടത് പള്ളിയിൽ ഒരു കിരീടം കൊണ്ട് കൊടുത്തതിൽ അതിൻ്റെ മാറ്റ് നോക്കുന്ന കാര്യങ്ങളുമൊക്കെയാണ്. ഇതൊക്കെ ചർച്ചാ വിഷയമായെങ്കിലും അദ്ദേഹത്തിന് അത് ഖ്യാതി നേടിക്കൊടുത്തതേ ഉള്ളൂ ആ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ എല്ലാവരും ചിന്തിക്കുകയുള്ളൂ. കാരണം ഒരു അതിന് മാറ്റ് നിർണ്ണയിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയാണോ എന്തെങ്കിലും ഒരു കാര്യം ഒരു നേർച്ചയായിട്ട് കൊടുത്താലോ, അല്ലെങ്കിൽ അതുപോലെ സ്വർണ്ണ കൊടിമരം പോലും അദ്ദേഹത്തിൻ്റെ ശ്രീ സുരേഷ് ഗോപി തന്നെ പ്രസംഗിച്ച ഒരു വേദിയിൽ പറയുന്ന ഒരു സ്വർണ്ണ കൊടിമരം കൊടുക്കുമ്പോൾ മുഴുവൻ സ്വർണ്ണമാണോ കൊടുക്കുന്നത്? അല്ലല്ലോ. അത് ചെമ്പിൽ അതുപോലെ സാധനങ്ങൾ ചെമ്പ് കൂടി ചേർത്ത് സ്വർണം ഒരു വസ്തുവായി നമുക്ക് ഉപയോഗപ്രദമായ ഒരു കാര്യമായിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അത് സാമാന്യ ബോധമുള്ള എല്ലാ മലയാളിക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ പറയുവാൻ വേണ്ടി, എന്തെങ്കിലും ട്രോളുവാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന കഥകൾ. അപ്പം ഇങ്ങനെ പറയും തോറും അദ്ദേഹത്തിൻ്റെ ഖ്യാതി, അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് കരുത്ത് കൂടുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ പ്രവർത്തിക്കുന്നവർ നന്നായിട്ട് പ്രവർത്തിക്കുക. അതുപോലെ ശ്രീ സുരേഷ് ഗോപി നടനെന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ അഭിനയ മികവൊക്കെ പല രീതിയിലും അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ഒന്നും പ്രത്യേകിച്ച് നഷ്ടം വരുമെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് ആവശ്യത്തിന് പൈസ അദ്ദേഹം സമ്പാദിക്കുന്നു. സമ്പാദ്യത്തിൻ്റെ ഒരു നല്ലൊരു ശതമാനം അദ്ദേഹം സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പലർക്കായി കൊടുക്കുന്നുണ്ട്. അവിടെ ജാതിയില്ല, മതമില്ല, അങ്ങനെ ജാതി മതഭേദമന്യേ അദ്ദേഹം പലതും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കേട്ടിടത്തോളം കോവിഡ് സമയത്ത് നമ്മുടെ ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത ഈ ആടുജീവിതം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നിലച്ചുപോയ ഒരു സാഹചര്യത്തിൽ എല്ലാവരും അവിടെ പെട്ടുകിടക്കുമ്പോൾ തന്നെ ഈ ഗൾഫ് മരുഭൂമിയിൽ, അപ്പോൾ ആ സമയത്ത് ഒത്തിരി അവർ കഷ്ടപ്പാടുകൾ അനുഭവിച്ചപ്പോൾ ഇവിടെ സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയത്തിലിറങ്ങിയതിന് ശേഷം അദ്ദേഹത്തെ സ്വാധീനിച്ച് വിദേശകാര്യ മന്ത്രാലയം വഴി അവരെ അവിടുന്ന് തിരിച്ച് ഭാരതത്തിൽ നമ്മൾ ഇന്ത്യയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പരിശ്രമം നടത്തി എന്ന് തന്നെയാണ് ഞാൻ അറിയുന്നത്. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് അറിയില്ല, നിങ്ങൾക്കൊക്കെ അന്വേഷിക്കാം. അപ്പോൾ അതൊന്നും അദ്ദേഹം പബ്ലിസിറ്റി ആക്കാനും ഉദ്ദേശിച്ച് കാണത്തില്ല. അദ്ദേഹം എങ്ങും പറഞ്ഞതായിട്ട് എനിക്ക് അറിവുമില്ല. പക്ഷേ ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. അതുപോലെ ധാരാളം വിദേശത്തുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ പ്രശ്നത്തിൽ തന്നെ അദ്ദേഹം തൃശ്ശൂർ തന്നെ തമ്പടിച്ച് എത്രയോ കഴിഞ്ഞ 5 വർഷക്കാലമായി അദ്ദേഹം പ്രവർത്തനങ്ങൾ നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥലം, അദ്ദേഹം താമസിക്കുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ പോലും അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിക്കോട്ടെ, ഇനി അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചാലും പ്രശ്നമില്ല. പക്ഷേ 5 വർഷം ഒരിടത്ത് തന്നെ നിന്ന് അവിടുത്തെ ജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്തെങ്കിൽ അത് തന്നെയല്ലേ ഒരു ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം, അല്ലെങ്കിൽ ഒരു നല്ല ഒരു ജനസേവകൻ്റെ ലക്ഷണം. അപ്പോൾ ലക്ഷണമൊത്ത ആ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുവാൻ, എല്ലാവരും വോട്ട് നൽകുവാൻ എനിക്ക് അഭ്യർത്ഥിക്കാനോ അങ്ങനെയുള്ള കാര്യത്തിനല്ല ഈ വീഡിയോ. പക്ഷേ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നവർ ധാരാളം പേരുണ്ടാകും. വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇപ്പം ഇലക്ഷൻ ഡേറ്റ് വരുവാനായിട്ട് നോക്കി നിൽക്കുകയായിരിക്കും പക്ഷേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയം ഞാൻ ആശംസിക്കുന്നു. എന്തായാലും അദ്ദേഹം ഒരു നല്ല ഒരു നന്മ മരം എന്നൊക്കെ പറയുന്ന ഒരു പേരുകളിൽ പലരെയും നമ്മൾ നാമകരണം ചെയ്യാറുണ്ട്. അപ്പോൾ ഇദ്ദേഹവും ആ ഗണത്തിൽപ്പെടുന്ന ഒരു നല്ല മനുഷ്യൻ തന്നെ. നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ധാരാളം നമ്മുടെ മലയാളികളായിട്ടുള്ള പ്രവർത്തകർ ഇന്ന് നമ്മൾ കണ്ടുവരുന്നുണ്ട്. യൂസഫ് അലി എന്ന് പറയുന്ന പ്രശസ്തനായ വ്യവസായി,
അതുപോലെ മറ്റു പലരും അതിൽ ഇദ്ദേഹത്തിൻ്റെ പേരും എഴുതി ചേർക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പം എല്ലാ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ വിജയത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട്